ഇതെന്നാന്ന് നാരടാ നമ്മള് പുഷ്പാങ്കതനില്ലേ? ആര്? പുഷ്പാങ്കതൻ. സ്വപ്നത്തിൽ കണ്ട സുന്ദരി അവര് ഫ്രണ്ട് ഒന്നിച്ച് നമ്മളെ ഭവാനി അമ്പലത്തില് ഉത്സവം കാണാൻ പോകുന്ന സീനാണ്. അവര് തമ്മിൽ കണ്ടുമുട്ടിയല്ലേ? അതെ. പിന്നെ ആന വരണ്ടു, ആൾക്കാരൊക്കെ പരക്കം പാച്ചിലായി, അങ്ങനെ ഉത്സവം മുടങ്ങി. മതി സുരേഷ, ബാക്കി ഞാൻ ഇവളെ കൊണ്ട് വായിപ്പിച്ചോളാം. ഇവളെ എനിക്ക് വായിച്ച് പറഞ്ഞു തന്നോളൂ. മതി മതി, എങ്ങനെയായാലും നാരായണന് കാര്യം മനസ്സിലായാൽ മതി. ഒന്നുകൂടെ കാണണ്ടേ, ഹൃദയം തുറക്കേണ്ടേ? അതെ. നീ എന്തിനാ എന്നെ നോക്കുന്നു? സ്വപ്നത്തിൽ കണ്ട സദാരാമയെ പുഷ്പാങ്കതൻ വീണ്ടും കാണാൻ വേണ്ടി പറയുന്നതല്ലേ? അവർക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഇതെന്തിന് ഇവൻ നിങ്ങളോട് പറയുന്നതെന്ന്? എന്നോട് പറയണ്ടേ? അവന്തി രാജ്യത്തിലെ രാജാവ് എന്ന നിലയ്ക്ക് എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? ഞാനും പോകണ്ടേ ഭവാനി ഉത്സവത്തിന്? പിന്നെ ഇതൊക്കെ എന്താ അറിയാ, വെറുതെ പേടിപ്പിക്കുക മാത്രമേ. मिस्टर सुरेश, आप बिजी हो? തിരക്കിലാണോ? ഹേ അല്ലേ? പറഞ്ഞോ ടി വി. ഈ ആന വരൂ. ഒരെണ്ണം കൂടി വെച്ചാലോ? വേണ്ട കുട്ടി, ആനയുടെ കൂടെ ഓടാനില്ലതാ മതി. ആന വരുമെന്നാ ഹറേ? ആന വന്നാലും വന്നില്ലെങ്കിൽ നാളെ അഭിനയിക്കും. ആനയുടെ ഇമ്പാക്ട് ഇടും. हेलो आना वरुले हाथी आना लेट होगा आज। यो हाथी लेटा आना लेटा अरे हाथी और आना दोनों लेट होगा। കിഴക്കേ മണ്ഡപത്തിലേക്ക് നോക്കി കൈകൂപ്പി നിൽക്കുക. ഷാർങ്ങകത്തെ രാജാവായി നാഹർ കിഴക്കേ മണ്ഡപത്തിൽ നിന്നും നടന്നു വരണം. പുഷ്പാങ്കതനായി നമ്മളെ സ്വന്തം സാംസൺ ടിവിയും പേശാലനായി നമ്മളെ ബ്രോക്കർ ഷമീറും സ്വപ്നത്തിൽ കണ്ട സുന്ദരിയെ തിരഞ്ഞ് ആളുകളുടെ ഇടയിലൂടെ നടക്കണം. സ്വപ്നത്തിൽ കണ്ട സുന്ദരി ഇന്ന് വരാതിരിക്കില്ല. സുരേഷ, ആനയുടെ കാര്യം എന്തായി? സാംസങ് കമ്പനിയുടെ ഒരു മൊബൈൽ ഫോൺ ഭഗവതി, എത്ര നേരമായി കാത്തിക്കുന്നു? ആന വരാനുള്ള സമയല്ലേ? ആന ഓർത്തു. ஆத்தி வரும். ஆத்தியோட என்ட்ரிக்கு டைம் ஆயிடுச்சுன்னா விசில் மட்டும் போடு. ഓക്കെ. വൈകി വന്ന ജൂന് രാഷ്ട്രീയകളെല്ലാം ആ മണ്ഡപത്തിലേക്ക് കയറി നിൽക്കണേ. ആന വരുമ്പോ നമ്മളെ സുരേഷൻ വിസിലടിക്കും. സാംസണാണ് ആദ്യം ആനയെ കാണേണ്ടത്. ആന ഒന്ന് ചിഹ്നം വിളിക്കും. പേടിക്കൊന്നും വേണ്ടാട്ടാ, ആന ഒന്നും ചെയ്യൂല. പേടിച്ചായിരം മോനെ. ആരും ബഹളം വെക്കരുത്. വണ്ടി പൈസ എനിക്ക് അയച്ചു തന്നിട്ട് ആന വന്നിട്ടില്ല. എന്റെ അച്ഛനതാ കുടിച്ച് തരും. എന്റെ നാഹരേ, അച്ഛനെ കൊണ്ട് നാളെ വരുന്ന ഞാൻ കാത്തിരുന്നിട്ട് നീ നാളെ കളിക്കാൻ വരുന്നല്ലടാ. ആന വരണ്ടിരിക്കുവല്ലേ, സൂക്ഷിക്കണ്ടേ? നാളെ കഴിഞ്ഞ് മംഗലാപുരം പോയി ഓപ്പറേഷൻ ചെയ്തേക്കാം. ബാക്കി കസം കാത്തോ. സദാരാമ, സദാരാമ, അമ്പിളി, ആ
കള്ളുകൂടിയ കാമവാലിൻ്റെ അടുത്ത് കഥ എത്ര കാലം ഉണ്ടാവും? അത് വേഗം തീരും. സദാരാമ ഒരാണിന്റെ വേഷം കെട്ടിയിട്ട് കാമബാലിന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് കുന്തള രാജ്യത്തെത്തും. അവിടെ പ്രതാപവർമ്മ മഹാരാജാവിന്റെ മോളുണ്ട് പത്മാവതി. അവരെ കല്യാണം കഴിയുന്ന ദിവസം ഒരു ഗന്ധർവൻ വന്നിട്ട് ഭർത്താക്കന്മാരെ കൊല്ലും. ആൺവേഷം കെട്ടിയ സദാരാമ പത്മാവതിനെ കല്യാണം കഴിച്ചിട്ട് പത്മാവതിയുടെ മുറിയിൽ കയറും. അപ്പൊ ഒരു ഗന്ധർവന്റെ റോള് ബാക്കിയുണ്ടല്ലേ? ഗന്ധർവനല്ല അച്ഛാ, അത് എവിടുന്നെങ്കിൽ പറഞ്ഞു വന്നോളും. സുരേഷ, നിന്നെ സഹിക്കാം, അതിപ്പോ വേറെ വഴിയില്ലല്ല. പക്ഷെ ആ നാഹര ക്യാരക്ടർ അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് മാറും. നാഹര ക്യാരക്ടർ നല്ല ക്യാരക്ടറല്ലേ? ശാർങ്ങഹസ്തനും കാമപാലനും. അതെന്തിനാ മാറ്റുന്നത്? ആ ഷമീറിന്റെ ക്യാരക്ടറാണ് മാറ്റുന്നത്. ഷമീറിന് വല്ല മന്ത്രിയോ വജ്രാശയനോ കൊടുത്താൽ പോരെ. എന്റെ പൊന്നെ MT, മനുഷ്യനോട് സമാധാനം എന്താ? നീ മന്ത്രിയോ രാജാവോ എന്തെങ്കിലും ആവും കേട്ടാ. നാഹര ക്യാരക്ടർ മാറ്റാൻ നമുക്ക് അറിയാറ്റൊന്നല്ല, വെറുതെ ഒരു ജാതി പ്രശ്നമാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. നല്ല ഇരുട്ടടി കൊടുക്കാന്ന് വേണ്ടത് മല മയിലും നാഹർക്ക്. അയാൾ ഒറ്റ ഒരുത്തിന്റെ മുടിഞ്ഞ കുടി കാരണമാണ് നിങ്ങൾ അച്ഛൻ നശിച്ചിരി. നാടകം, ഡിസ്കഷൻ, കമ്പൈൻഡ് സ്റ്റഡീസ് എന്നെല്ലാം പറഞ്ഞിട്ട് ദിവസം അണ്ടിത്തോട്ടത്തിൽ ഇരുന്ന് വെള്ളം കുടിച്ചിട്ട് തേരാപാര നടന്നു. കടന്നറിയിട്ടാകുമ്പോൾ ഓ മുങ്ങി. ഈ വീട്ടില് നല്ല ആമ്പിള്ളേരുണ്ടെങ്കിൽ നക്ഷത്രം എണ്ണുന്ന രീതിയിൽ ഇരുട്ടടി കൊടുക്കാന്ന് വേണ്ടത്. അൾട്ടിമേറ്റ് സർജിക്കൽ സ്ട്രൈക്ക് വിത്ത് നോ മിസ്റ്റേക്ക്. പറ്റോ? നിനക്ക് പറ്റുമോ? എനക്ക് പറ്റും. നിങ്ങൾ ആണുങ്ങല്ലല്ല. MT പറ്റുമോ? അതിന് ഞാനീ വീട്ടിലല്ലല്ല. പറ്റുമെങ്കിൽ നിങ്ങൾ വജ്രാശയനല്ല, ഗന്ധർവനാണ് ഗന്ധർവൻ. ആ അതോടെ സുരേഷ. പിന്നെ ഗന്ധർവനല്ലേ മെയിൻ? കുന്തള രാജ്യത്തെ രാജാവിന്റെ മോള് പത്മാവതിയുടെ ഭർത്താക്കന്മാരാ. ആദ്യ രാത്രിയിൽ കിടപ്പറയിൽ ചെന്ന് കൊല്ലുന്ന ഗന്ധർവൻ. വെറുതെ താടിയിട്ട് ഇളക്കിയിട്ട് വികാരഭരിതനായിട്ട് ഡയലോഗ് വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ആ നാഹര അടി നിർത്താൻ പറ്റുവാ? അത് പറ. ഐ ക്യാൻ ട്രൈ. നാഹർ അടി നിർത്തണമെങ്കിൽ നമ്മ അടി തുടങ്ങേണ്ടി വരും. എന്നാ ബാക്കി സീൻ വായിക്കല്ലേ? ഈ പുഷ്പാങ്കദൻ ജനസമ്മതനായ രാജാവാണല്ലോ. സദാരാമയെ കല്യാണം കഴിക്കുന്നതോടുകൂടി അവളുടെ രാജ്യം കൂടി അയാൾക്കാവും. അങ്ങനെ കാഷായ വസ്ത്രധാരികള് അതെനിക്ക് നന്നായിട്ട് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത അച്ഛാ. നാടകം കളിക്കണ്ട ഞാൻ പറഞ്ഞിട്ടേ. നീ പറഞ്ഞ ഞാൻ കേൾക്കോ? അച്ഛ വെറുതെ നാടകം കളിക്കാൻ നിൽക്കണ്ട. അച്ഛനാവുന്ന ഞാൻ നോക്കില്ല പിടിച്ചു. നീ എന്റെ താടി കത്തിച്ച കളിയായിരിക്കും. ആണെങ്കിൽ താടി പോയിട്ടൊരു ബീഡിയെങ്കിലും നിനക്ക് കത്തിക്കാൻ പറ്റിയ? എന്റെ മോൻ ഒരു പാവായത് കൊണ്ടാണ് നിങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. ഇത് പറയാനാ നിങ്ങൾ കുടുംബസമേതം ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇതാരോ ഒരു പുതിയ ക്യാരക്ടർ. സുരേഷ, നീ പറഞ്ഞിട്ട് വന്നതാ? അല്ലപ്പാ. അല്ലേ? അപ്പൊ പുതിയ ഗന്ധർവനായിരിക്കുവോ? എന്റെ എക്കണോമിക്സ് മാഷാന്ന് അച്ഛാ അത്. അച്ഛനും കൂട്ടിയിട്ട് ക്ലാസ് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അച്ഛനില്ലാത്ത കുട്ടിയാന്ന് പറഞ്ഞാൽ പോരായിരുന്നാ? ഓടെ എക്കണോമിക്സ് പുസ്തകത്തിന് നിങ്ങളെ സദാരാമ നിങ്ങളോട് പറഞ്ഞ ഓളെ നാടകത്തിൽ തിലോത്തമയാക്കാന്ന്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നോട് പത്മാവതിയുടെ വേഷം പഠിക്കാനല്ലേ മോളെ പറഞ്ഞിന്? അതെ അതെ. പത്മാവതിയുടെ റോള് നല്ല റോളാണ്. ഗന്ധർവൻ മന്ത്രി കല്യാണം മറക്കുന്ന രാജകുമാരി. ഞാനാ ഗന്ധർവൻ. അല്ല, അത് ഉറപ്പിക്കാനായിട്ടില്ല. ആദ്യം സ്വന്തം മോളെ കല്യാണം ഉറപ്പിക്കും, എന്നിട്ട് മതി ഗന്ധർവൻ. ആദ്യം ഇയാൾ ഇവിടെ എക്കണോമിക്സ് പഠിച്ചു പാസ്സാക്കട്ടെ, അതിനുശേഷം നമുക്ക് കല്യാണത്തിന്റെ കാര്യം നോക്കാം. സുരേഷ്, നീ ഒറ്റ ഒരുത്തിനെ ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്നു കേട്ടോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പട്ടിണിക്കഞ്ഞി. കൂടെ അത്ര കണ്ടല്ലോ. എന്താ നിങ്ങൾ വരുന്നില്ലേ? ആ ഞാനും വരുന്നു. വീടില്ല കുരിപ്പ്. ആ സാംസനെ കണ്ടോ വീട്ടിലേക്ക് വരാൻ പറഞ്ഞേട്ടാ. സുരേഷ, MT ആന്ന് ഗന്ധർവന് ഉറപ്പിച്ചോ? ഇല്ല, ഞാനങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. കാരണം കേരളത്തിലെ ഗന്ധർവന് താടി മുളക്കില്ല. അത് കറക്റ്റ്. നാഹരേ, ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ.
ബലികുടീരങ്ങളെ. KSBC 3016 പയ്യന്നൂർ. ബർക്കാടി ലെമൺ സിട്രസ് റം 1. ഇനി അടിച്ചാൽ ഇനിയും അടിക്കും. അടിച്ച് കണ്ണ് പൊട്ടിക്കും.